എല്ലാവർക്കും സ്വാഗതം. ചേച്ചി വന്നിട്ടുണ്ട് മടിക്കരുന്നല്ലേ? അതെ. അപ്പൊ അവരുടെ നാട്ടിലെല്ലാം മക്കറിലെല്ലാം നല്ല ഇത് ഈ കൊടകന്മാരാക്കുന്ന അരി റൊട്ടി ആക്കൂ. അവര് ചുറ്റുപാടത്തുള്ള ഉള്ള കൊടകന്മാരല്ല ഉള്ളത്. അവരുടെ ചുറ്റുമുറ്റുള്ളത് കൊടകന്മാർ. റൊട്ടിന്റെ പേരെന്ത്? അരി റൊട്ടി. അവ റൊട്ടി അല്ലേ? അങ്ങനെയും പറയൂ. അവ റൊട്ടിന്ന് പറയോ കൂറുകള്, അരി റൊട്ടിന്ന് മലയാളത്തിലും പറയൂ. അതിന് ചോറിടാം. പച്ചരി നല്ല ചോറ് വേവിച്ച ചോറിന് അരി ഇതിന്റെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കും. ഇതാണ് ഗീതന്റെ ചേച്ചി. അതെ, പേര് പുഷ്പ പറഞ്ഞിട്ട്. അതെ. അപ്പൊ ഇത് ഉപ്പു ലേസോ കുറച്ച് ഉപ്പ്. അപ്പൊ അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടി വേണം. അരിപ്പൊടി കൂടി ഇതിലേക്ക് കൊട്ട അതും കൂടി ഇട്ട് കൊടുക്കല്ലേ? അപ്പൊ ഇതില് എത്ര എണ്ണ ആവുക? ഇതില് ഒരു 12 എണ്ണം ആവും. എത്ര? ഒരു ലേശം മതിയല്ലേ? മതി. 2-3 കപ്പിന്റെ അത്ര ചോറ്, പിന്നെ 2 കപ്പിന്റെ അത്ര അരിപ്പൊടി. ഇതിട്ട് നല്ലോണം കയ്യിൽ ഇങ്ങനെ നല്ല ശ്വാസം പിടിച്ചിട്ടാണ് നൗണ്ടിന്. അതെ. നല്ല ഈ നമ്മുടെ ഈ കൈയിന്റെ ഈ ഇതുണ്ടല്ലേ, ഇത് അത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തണം. ഈ ചോറുണ്ടല്ലോ, ചോറും ഞാൻ എപ്പോഴും ഓർക്ക് തിന്നത് അതിന്റെ ടേസ്റ്റേ വേറെ. കണിയിലെ കറി സൂപ്പർ ആയിട്ടുണ്ടാവും. അതെ അതെ. നമ്മുടെ അമ്മൂമ്മന്റെ ഒരു കൊടകമാറ്റിന്റെ വീട്ടിലുണ്ടായത്. അപ്പൊ ഒരിക്കൽ ഒരിക്കൽ ആക്കി തന്നത് ഓർമ്മയുണ്ട്. ഒരിക്കല് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കണം. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടല്ലേ ഉണ്ടല്ലേ? ഇനി പരിപാടി ഉണ്ട് കൊറേ അല്ലേ? ഇങ്ങനെല്ലാം ആക്കിയിട്ട് കൊറേ നേരം. അതെ. നല്ല ടേസ്റ്റും ഉണ്ടാവും തിന്നാന്. അരിപ്പൊടിയെല്ലാം ഇടുമ്പോഴേ കറക്റ്റാ. ഒരളവ് കറക്റ്റ് അറിയണ്ടപ്പോ. കൊള്ളടി ഇത് ഒരു ഇത്ര അകലെ വരുമോ? സർക്കല്ല. റൊട്ടി ഉരുട്ടാൻ പോണ അല്ലെങ്കിൽ പരത്താൻ പോണ ഉരുട്ടാൻ പോണ. അപ്പൊ കുറച്ച് വെള്ളം തട്ടിട്ട് കുറച്ച് വെള്ളം തൊട്ടിട്ട് കുറച്ച് വെള്ളം തട്ടിട്ട് തൊട്ടിട്ട് അതിനെ അതാ കൈ കൊണ്ട് തട്ടി കൊടുത്തായി. അടിപൊളി റൊട്ടി. ചൂടായ പിന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതെ. ലേശം ചൂടാവുമ്പോ അതിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ നമ്മുടെ ഈ അടുപ്പ് ഗ്യാസ് ഇല്ലേ, ഈ ഗ്യാസ് അതിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. റൊട്ടിനെ മറിക്കാൻ പോണെങ്കിൽ മറിച്ചിടാം. കറക്റ്റ്. എത്ര നേരം വേവണക്ക? ചൂടായി മതി. അതെയാ? ഓ, ഇതിങ്ങനെ തീയിൽ ചൂടാക്കണം. ഇത് എപ്പോഴാണ് സംഭവം അല്ലേ? ഇത് ഞാൻ ഇതെല്ലാം വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെല്ലാം ആക്കണേന്ന്. കൊള്ളം വന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടോ? പപ്പടം ഇതെന്ത് ഇങ്ങനെ? അപ്പൊ ഇന്നിക്ക് ഒരു പൊടി. അതെ, അങ്ങനെ ഉണ്ടല്ലോ.
ഞാൻ എങ്ങനെ ആക്കിയത് ഒരിക്കൽ ആക്കി നോക്കി. അത് നോക്കുമ്പോ മറ്റേ പൊടി പൊടിയല്ല, വെട്ടി ചോറും ഇതും കളവും ഉണ്ടാവും. ശരി. എല്ലാം ചുട്ടിട്ടായി. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ അല്ല വലട്ടെ. ആ അടിപൊളി. ആ ടേസ്റ്റ് നോക്കി. അതെ സൂപ്പറാ. മീൻ കറിയല്ല, റൊട്ടി ടേസ്റ്റ് നോക്ക്. ಇನ್ನಿಕ್ಕವರು ಪುಡಿ ആ തീരൊട്ടി തീരൊട്ടി. അപ്പൊ കണ്ണടത്തുള്ള ബെങ്കി റൊട്ടി എന്ന് പറയും. അപ്പൊ കേദൽ മീനും അപ്പൊ തീരൊട്ടിയും ബെങ്കി റൊട്ടി. ബെങ്കി റൊട്ടി. അപ്പൊ ഇത് കൊടങ്ങൂരെല്ല സാധാരണ കോടുകളെല്ലാം ആക്കണ നല്ല റൊട്ടിയാ. അക്കി റൊട്ടി പറയോ. ടേസ്റ്റ് നോക്ക്. ടേസ്റ്റ് നോക്കാം. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. മൂത്തുണ്ട്, അടിപൊളി, സൂപ്പർ ഉണ്ട്. അതെ. ചായ കുടിക്കുന്ന പണി വിട്ട് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം എന്തെല്ലോ ആക്കിയോണ്ടുണ്ടായി അല്ലപ്പാ. അതെ, ചായ കുടിക്കാൻ ഇതാ ഇത് അരിയുണ്ട് മോളെ. തേങ്ങ എല്ലാം ഇട്ടിട്ട് ഏലക്കെല്ലാം പൊടിച്ചിട്ടിട്ട് തേങ്ങ വെളുത്ത വെള്ളം അരി വറുത്തിട്ട് മിക്സിയിൽ നല്ല പൊടിയാക്കുക. പൊടിയാക്കിയിട്ട് ഉണ്ട പിടിക്കുക. ചായക്ക് പിന്നെ ഒരാൾ നമുക്ക് എക്സ്ട്രാ ഉണ്ട് ഗീതന്റെ ഏർത്തി. ആ കിടക്കണമില്ല ഇരിക്കണമില്ല, ഓടി ഓടി ഓടിയിട്ട് പണിയെടുക്കുക. ചായന്റെ നേരം വരുമ്പോ ഞങ്ങൾ ഇങ്ങനത്തെ ആക്കുലപ്പ ഉണ്ട്, അങ്ങ് കടി കൊടുന്നിട്ട് തിന്നുകയുള്ളൂ. ഇന്ന് സ്പെഷ്യലായിട്ട് വീട്ടിലാക്കിയത് ഇത് സൂപ്പറായിട്ട് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ തിന്നു നോക്കി. അയാ പിന്നെ ഉച്ചയ്ക്കും നല്ല ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടായി. മോര് കറി, തൈര് കറിയും പിന്നെ ഒരു സാമ്പാർ നല്ല ഇട്ട് എന്ത് കഷ്ണമ്മ ചാനയും കുമ്പളങ്ങ എല്ലാം ഇട്ടിട്ട് നല്ലൊരു സാമ്പാറും പപ്പടം പൊറിച്ചതും എല്ലാം ഉണ്ടായി. വിരുന്നുകാർക്ക് നമ്മളാക്കി കൊടുക്കണ്ടേ. വിരുന്നുകാർ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ആക്കി കൊടുത്തു. ഞങ്ങൾക്ക് സന്തോഷമായി. നല്ല ചോറുണ്ട്. ആയാ ഇപ്പൊ ചായയും പിന്നെ ഉണ്ടയും എടുത്ത് നോക്കുമ്പോ അരിയുണ്ട. ഇത് കന്നഡത്തിൽ പറയൂ എന്തറിയമ്മ, അക്കിയുണ്ട്. തമിഴിൽ ഇത് പറയുന്നത് അരിസിയുണ്ട്. മലയാളത്തിൽ പറയുന്നത് അരിയുണ്ട്. ഇത് അങ്ങനെ ഓരോ ഭാഷയിലും ഓരോ പേരുമാ. ഞങ്ങ അരിയുണ്ട് തീർന്നു. അതിനിട്ട് ഇങ്ങനത്തെ പറഞ്ഞ്. പിന്നെ ഇവിടെ എന്ത് ഔലോസ് ഉണ്ട് ഔലോസ് ഉണ്ട്. അങ്ങനെ അപ്പൊ ഔലോസ് ഉണ്ടോ ഒന്ന് തിന്നു നോക്കട്ടെ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പാങ്ങല്ലേ മാ, ഒന്ന് തിന്നു നോക്കട്ടെ. നല്ല സൂപ്പർ അതിനൊക്കെ. വിരുന്ന് വന്നവർക്ക് നമ്മൾ വിധത്തിന്റെ ആക്കി കൊടുക്കണം. എപ്പോഴും വരാത്ത ഒരു വന്നോണ്ട് വിരുന്ന് വന്നവര് നമ്മ കണ്ടെ നമ്മളുടെ അതെ. അങ്ങനെ ഞങ്ങളുടെ ബായി നല്ല മധുരിച്ചുമാ. 1 നമ്പർ ഉണ്ടയും ചേച്ചി വന്നിട്ടുണ്ടായി. പിന്നെ അറിവുണ്ടയും പിന്നെ എന്ത് തീരൊട്ടി അതെല്ലാം ആക്കിയിട്ട് ഒരേ ദിവസം നിന്നിട്ടല്ലോ. നിക്കാൻ പറയുമ്പോ എനിക്ക് ആവില്ല, അങ്ങനെ പോണ്. ഇന്നൊരു ദിവസം വരാ സമയമല്ല പറഞ്ഞിട്ട് പോയി. ആട്ടെ, വല്യച്ഛന്റെ മോളായാലും ചേച്ചി ചേച്ചി എന്നല്ലേ, നിന്റെ മൂത്തതല്ലേ. പാങ്ങുണ്ടായി വന്ന പിറ്റന്ന് ഇന്നലെ പോയതാണ്. പിന്നെ
തിന്നാൻ പറ്റിയിട്ടില്ല. വായു പുണ്ണായിട്ട്. അതെ ചായക്ക് കൂട്ടാണ്. അതെ നമുക്കെന്താ വായു പുണ്ണാകുമ്പോ അരിന്റെ ഉണ്ടയും ഈ റൊട്ടിയും ചേച്ചിയും വരും എല്ലാം ഉണ്ടാക്കി തരും. അത് എരിവില്ലല്ലേ മോനെ, നിനക്ക് കഴിക്കാറുന്നു. ആണല്ല എന്നാലും കാക്കയ്ക്ക് ബായ് ഫുഡ് കാക്കപ്പഴം അതെ 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 അങ്ങനായി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ. ബൈ.